സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് അടുത്ത വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് അമംഗ് ആണ്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് കളിക്കാം. അപ്പോൾ ശരി എന്നാൽ ബൈ. നമ്മൾ ക്രീമേറ്റ് ക്രീമേറ്റ് കാർഗോ. ഈ ഒരു മാപ്പ് എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ എയർഷിപ്പ് എന്ന് പറഞ്ഞ മാപ്പാണ് പറഞ്ഞെടുത്ത്. എനിക്ക് മറ്റേ മാപ്പ് എല്ലാം അറിയാവുള്ളൂ. മറ്റേ മേവയും അഡ്മിനൊക്കെ ഉള്ള, അല്ലാതെ എല്ലാത്തിനകത്തുമില്ലേ, അങ്ങനെയല്ല. എനിക്കിതിനകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ എണ്ണം ചതിക്കും ചിലപ്പോൾ. ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല ഇതിനകത്ത്. ഇത് മറ്റേ സ്റ്റിക്ക്മാൻ്റെ ഗെയിം ഓർമ്മ വരും. ഇത് തന്നെ എടുക്കുമ്പോൾ ഇത് തുറത്തുകളാണോ? അങ്ങനെ തുറത്ത് എനിക്ക് മനസ്സിലായില്ല. തന്നെ നമുക്കൊന്ന് ഇത് ഉടയ്ക്കാൻ പറ്റുമോ? ഉടയ്ക്കാൻ പറ്റിയത് ഇത് മറ്റേ സ്റ്റിക്ക്മാൻ്റെ ഗെയിമില്ലേ, അത് ഓർമ്മ വരും എനിക്ക്. സ്റ്റിക്ക്മാൻ്റെ ഒരു ഗെയിമുണ്ട് സ്റ്റിക്ക്മാൻ്റെ, അതെനിക്ക് ഓർമ്മ വരും. തന്നെ ഇവിടെ എന്തോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെ ഉടുപ്പിടിക്കണം. നമ്മളെക്കൊണ്ട് പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കൊണ്ട് പറ്റുന്ന ടാസ്ക്കൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം. അങ്ങനെ ചെയ്ത് തീർക്കുവാണെങ്കിൽ നമ്മൾ ജയിക്കും. പക്ഷേ ഏതെങ്കിലും ഇമ്പോസ്റ്റർ വന്ന് നമ്മളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചത്തിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഗോസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ടാസ്ക്കൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ചത്താലും. പക്ഷേ ചത്തിട്ട് കളി പറ്റാൻ പിന്നെ പോയി കളിക്കാം. എനിക്കിതിനകത്ത് ആരുടെ അടുത്ത് നിൽക്കാൻ തോന്നുന്നില്ല. ഇവരെന്നെ ഫോളോ ചെയ്യണോ? അല്ല. ശരി, ഞാൻ കുറച്ച് തെറ്റിദ്ധരിച്ചു. ഇങ്ങോട്ട് കയറാം. ഇറങ്ങാല്ലേ? അല്ല വേണ്ട. ഇങ്ങോട്ട് കയറാം. എനിക്കിതിനകത്ത് വഴികളൊന്നും അറിയില്ല, അതാണ് പ്രശ്നം. വഴികൾ ഏത് വഴി കൂടെ എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്ന് ലൈറ്റ് പോയി. ഇതെന്നെ ഇതിങ്ങനെ എല്ലാം പച്ച എത്തണമെന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു. സോറി. മറ്റേതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം. ഈ മാപ്പ് എനിക്ക് അത്ര പരിചയമില്ല. പിന്നെ ഞാനാണെങ്കിൽ ഏതോ ഒരു ഇതിൽ പോയിട്ട് കയറിയത്. നമുക്ക് തന്നെ കളിക്കാൻ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഈ അമംഗ് അസ് കളിക്കാൻ ആരുമില്ല അമംഗ് അസ്. അതുകൊണ്ട് ഞാൻ ലോക്കലിൽ കയറി. ഞാൻ ഹോസ്റ്റ് നോക്കിയതാണ്, പക്ഷെ ആരും കയറിയില്ല. ഒരു 5 പേരൊക്കെ കയറിയുള്ളൂ. തുടങ്ങാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ അതിനും വേഗം മറ്റേ ലോക്കലിൽ പോയി കയറണമെന്ന് വിചാരിച്ചു. എന്നിട്ട് തുറന്നു നോക്കിയെന്ന് എനിക്കറിയില്ല. അവിടെ വല്ല വ്യൂവിങ് ഡെക്ക്, മെയിൻ ഹാൾ, എംപ്റ്റി ഗാർബേജ്. ഇത് കാർഗോയല്ലേ? ഗാർബേജ് മെയിൻ ഹാൾ എവിടെയാ? നമുക്ക് ഇവിടെ ഈ കാണുന്നതാണ് മെയിൻ ഹാൾ. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. മെയിൻ ഹാൾ. നമ്മളിപ്പോൾ മെഡിക്കലിൽ ഇവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ കയറിയിട്ട് അങ്ങനെ എന്തോ. ഇതാണ് പ്രശ്നം. എന്തെങ്കിലും ടാസ്ക് ചെയ്യാന്ന് വിചാരിച്ച് ഇത്രയും പേര് ചത്തോ? ചിലവർ ലെഫ്റ്റായി പോയതാണ്. ആരും ലെഫ്റ്റായി പോയായിരുന്നു ഈ വീഡിയോയിലൊക്കെ. എൻ്റെ മറ്റേ ഈ സാധനം കണ്ട് ടാബൊക്കെ ഇത് കണ്ടാക്കുന്ന ആൾക്കാർ ഞാൻ ഇമ്പോസ്റ്ററാന്ന് വിചാരിക്കും. പോയി ഇവനിപ്പോൾ ലെഫ്റ്റായി പോയിട്ടുണ്ട്. വൈറ്റാണെന്നാണ് ആൾക്കാർ പറയണേ. വൈറ്റിനെ കണ്ടിട്ട് കുറച്ച് ഇമ്പോസ്റ്റർ ലുക്ക് ഉണ്ട്. നമുക്കറിയില്ല, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കറിയില്ല ആര് ഇമ്പോസ്റ്റർന്ന്, അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. കാരണം ഇപ്പം ഇവനാണ് ഇമ്പോസ്റ്ററെങ്കിൽ നമ്മളിപ്പോൾ അവനിട്ട് ഞാനിപ്പോൾ വൈറ്റിനിട്ട് വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവൻ എന്തായാലും ചത്തേനെ. പക്ഷെ എനിക്കറിയില്ല അവനാണോന്ന്. ഇനി അവനല്ലെങ്കിൽ അത് ഇമ്പോസ്റ്ററിന് എളുപ്പമാവും. ഞാൻ എപ്പോഴും കിച്ചണിൽ പോയി ഞാനിപ്പോൾ കിച്ചണിനകത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് പേടിച്ച് ചെയ്യുന്നു. പെട്ടെന്ന് ആൾ വന്ന് അടുത്ത് സ്പോണായപ്പോൾ ഞാൻ അവനെങ്ങാനും ഇമ്പോസ്റ്റർ ആണെങ്കിലും എനിക്കറിയില്ല. സെക്യൂരിറ്റിയിലേക്ക് നേരെ പോകണം. ഇതുവഴിയാണ് പോകണമെന്നുണ്ടോ? ഇതുവഴി നമുക്ക് പോകാം. ഓക്കെ, ഇതുവഴി പോയിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇത് ഉറക്കൂലല്ലോ. ഇതിപ്പോൾ ഏതാ വഴി? ഇത് ഇലക്ട്രിക്കൽ.
എർത്തടിക്കുവാടെ ഇതിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ. നല്ല എനിക്ക് ഇലക്ട്രിക്കിൽ നിന്ന് നേരെ ഇലക്ട്രിക്കിൽ നിന്ന് നേരെ അങ്ങോട്ട് കയറാൻ പറ്റുമോ? എടാ ഇങ്ങനെ ഓടി എനിക്ക് മാപ്പ് ഓണാക്കിക്കൊണ്ട് കിടക്കാൻ പറ്റൂലേ? അത് കൊള്ളാം. അടുത്തൊരുത്ത നിപ്പണ്ടിട്ട് എനിക്കിത്ര അറിയില്ല. അവനാണെങ്കിലും ഇൻട്രസ്റ്റഡ്. അയ്യോ എടാ വാലൊക്കെ അടച്ചിട്ടേക്കുമല്ലോ. എന്നെ പൂട്ടി വാലൊക്കെ അടച്ചിട്ട്. വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ നോക്കോളും എന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ. നമുക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയോ? എന്നെ ഇവിടെ അടച്ചിട്ടേക്കോ. പിന്നെ ഞാനവിടെ അങ്ങനെ പോയി ആ സാധനം തുറന്നെടുത്ത് എങ്ങനെ കാണിക്കാനാ? അതിൻ്റെ ഒക്കെ ഡെഡ് ബോഡി റിപ്പോർട്ട് ചെയ്തു. ഇപ്പം വൈറ്റും ഇല്ല. കട ഞാൻ പറഞ്ഞില്ലേ വൈറ്റിനോട്ട് വോട്ട് ചെയ്തായിരുന്നെങ്കിൽ പ്രശ്നമായേനെ. ഇത് വൈറ്റാന്ന് പറഞ്ഞു ഒരുത്തനുണ്ട്, അവനും കണ്ട ഈ ബ്ലൂ ആണെന്ന് തോന്നുന്നു. ബ്ലൂ ആവാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം ബ്ലൂ ആണ് വൈറ്റാന്ന് പറഞ്ഞത്. ഇനി ബ്ലൂ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് വൈറ്റാന്ന് പറഞ്ഞാണെങ്കിലോ? ഏത് ഇറ്റ്സ് യെല്ലോ ആരാ? യെല്ലോ ആരാ? ഇത് തന്നെയാണ് അവൻ്റെ പരിപാടി. അവൻ വൈറ്റാന്ന് പറഞ്ഞു, എനിക്ക് ബ്ലൂ ആണോ നല്ല സംശയമുണ്ട്, ഇവനെ നോട്ട് ചെയ്ത് നോക്കട്ടെ. എടാ ടൈ ആയി. സാറേ എന്നെ വോട്ട് ചെയ്തേ? ഗ്രേയോ? അവനെന്തിനാണ് എന്നെ വോട്ട് ചെയ്തേ? ആർക്കും നമ്മളെ സംശയമില്ല കേട്ടോ, ഒരാൾക്ക് മാത്രം ഒഴിച്ച്. അവനെന്തോ ചുമ്മാ വോട്ട് ചെയ്താ മെയിൻ ഹാൾ എന്തോ സംഭവിച്ചിട്ട്. എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല, അതാണ് പ്രശ്നം. എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിയേനെ. പക്ഷേ ഇത് ഏത് വഴി കൂടി ഇറങ്ങണ്ടേന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ എന്തെങ്കിലും വന്നായിരുന്നോ? ഓ അങ്ങനെ അങ്ങനെ ഇറങ്ങല്ലേ? അപ്പം അപ്പുറത്തൊഴി ഇങ്ങനെ തന്നെ ഇറങ്ങാൻ പറ്റുമോ? ഓ നമ്മൾ തുറക്കണമായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മളാരെ കൂട്ടിയിട്ടെന്ന്. മറ്റേ അതിനെങ്ങടാ പോണ്ടേ? വ്യൂവിങ് മീറ്റിംഗ് റൂം എംപ്റ്റി ഗാർബേജ്. മീറ്റിംഗ് റൂം എവിടെയാണ്? ഇതുവഴി പോയിട്ട് അതുവഴി കയറിയിട്ട് ഇതുവഴി വന്നിട്ട് ഈ മഞ്ഞ കളറിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് തോന്നുന്നു. അങ്ങനെയാ. എനിക്ക് ഈ ഡയമണ്ടൊക്കെ എന്നാത്തിനെ കളയണേ? ഡയമണ്ടൊക്കെ ചുമ്മാ പുറത്തേക്ക് വിട്ട് കളയും കേട്ടോ. ഡയമണ്ടിൻ്റെ ഒന്നും വില അറിയാൻ പാടില്ല. വ്യൂവിങ് ഡെക്ക് അയ്യോ ഇത് പിന്നെ വന്നിട്ടോ. അയ്യോ എന്നെ ചെയ്യല്ലേ. ചത്ത്. അയ്യോ യെല്ലോ ആയിരുന്നു ശരിക്കും പറഞ്ഞ ഇമ്പോസ്റ്റർ. അപ്പോൾ ബ്ലൂ അല്ലായിരുന്നല്ലേ? എടാ ബ്ലൂ ആദ്യം വൈറ്റാന്ന് പറഞ്ഞു, വൈറ്റ് പിന്നെ അത് തന്നെ വൈറ്റാന്ന് പറഞ്ഞു, വൈറ്റ് അല്ല. ഞാൻ വിചാരിച്ചു ബ്ലൂ അന്നേരം യെല്ലോയാന്ന് അടുത്ത വോട്ടെടുപ്പിൽ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഞാനിട്ട് ബ്ലൂവിനെ കണ്ട വോട്ട് ചെയ്തു, ബ്ലൂ ആണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ യെല്ലോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. യെല്ലോ എന്നെ കൊല്ലുകയും ചെയ്ത്. നമ്മൾ തോറ്റേ. എടാ ആദ്യമായിട്ടാണ് കളിച്ച് ഞാൻ ഇതിനകത്ത് കയറുന്നത്. ആ ഒരു ദിവസം തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടെത്തി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.